പക്ഷേ ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷം താങ്കൾ എന്ന് പറഞ്ഞിട്ട് BJP ക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ? മണിപ്പൂർ എന്ന വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങളടക്കം നിൽക്കുമ്പോൾ PC ജോർജ് എന്നുള്ളത് കൊണ്ട് ഈ ക്രൈസ്തവരൊക്കെ BJP ക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ? അയാളെ ഇപ്പോൾ വൃത്തികെട്ടോ പറഞ്ഞുണ്ടാക്കില്ലേ മണിപ്പൂരിലാണ് ക്രിസ്ത്യാനിയെ കൊന്നോ? അതിന് ചരിത്രം എന്നാന്ന് പറയുക. ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത്. ഞാൻ നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയാണ്. അല്ല, പിണറായി അല്ല, പാമ്പ്ലാനി പിതാവാണ് പറഞ്ഞത് വംശഹത്യയാണ് നടന്നതെന്ന്. A few moments later. മണിപ്പൂരിൽ ക്രൈസ്തവർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് വസ്തുതാപരമായൊരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ, അതായത് മണിപ്പൂർ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് ഫലപ്രദമായ ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ശരിയായ ഇടപെടലിലൂടെ നാട്ടിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം കൊണ്ടുവരണം. അവർക്ക് പാമ്പ്ലാപ്പിനോട് സംസാരിച്ചിട്ട് ഞാൻ BJP ചേരാൻ ഇവിടെ വന്നത് അറിയാമോ? A few moments later. അദ്ദേഹം ചേരുന്നതിന് തലേ രാത്രിയിൽ എന്നെ വിളിച്ച് നാളെ ഞാൻ BJP ചേരുകയാണ് എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ആരെയും ആശീർവദിച്ചിട്ടില്ല ഈ കാര്യത്തില്. അത് അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണം ഉണ്ടായി എന്നുള്ളത് സത്യം. അങ്ങയുടെ ആശീർവാദത്തോടു കൂടിയാണ് അദ്ദേഹം BJP ചേർന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും പ്രതികരണം പറയുന്നുണ്ടോ? അതേക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. അദ്ദേഹം ചേരുന്നതിന് തലേ രാത്രിയിൽ എന്നെ വിളിച്ച് നാളെ ഞാൻ BJP ചേരുകയാണ് എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിനപ്പുറത്ത് എനിക്ക് അതേക്കുറിച്ച് ആശീർവദിച്ചു എന്ന് പറയുന്നത്, ആശീർവാദം എന്ന് പറയുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ആരെയും ആശീർവദിച്ചിട്ടില്ല ഈ കാര്യത്തില്. അത് അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണം ഉണ്ടായി എന്നുള്ളത് സത്യം. ആ സംഭാഷണത്തിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. പുള്ളി പിറ്റേ ദിവസം ചേരുകയാണ് എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. ഇപ്പൊ എങ്ങനെ ഇരിക്കണം?